ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ലവ് സ്റ്റോറി. അതെ, എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ ലവ് സ്റ്റോറിയാണ്. കല്യാണം കഴിഞ്ഞേക്കിന് ഇടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നമുക്ക് വിചാരിച്ചമാരല്ലേ നടക്കുക. നമുക്കൊന്നും ടൈം കിട്ടില്ല. പിന്നെ മടി പിടിച്ചു ഞങ്ങൾക്ക് രണ്ടാക്കും കല്യാണം ശേഷം. പ്രത്യേകിച്ച് വെക്ക് ഒരു വീഡിയോ വരെയൊക്കെ ഷൂട്ട് ചെയ്യില്ല, ഒരു വീഡിയോ വരെയൊക്കെ എഡിറ്റ് ചെയ്യൂല, ഒക്കെ അങ്ങനെ പെൻഡിങ്ങിൽ ചിങ്ങനെ എന്താ പറയാ കഴിഞ്ഞ നോമ്പർപ്പിച്ചിന്റെ വീഡിയോ എന്താ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മുട്ടാടുക്കൽ കഴിഞ്ഞ കാലം തൊട്ട് ഉള്ള ഒരു കമന്റ് ആണ് ലവ് സ്റ്റോറി പറ ലവ് സ്റ്റോറി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതാ ഈ ഒരു നിമിഷം. ഞങ്ങള് അന്ന് പറഞ്ഞ ആ ഒരു ദിവസമാണ് കേട്ടോ അന്ന്. ഇതേപോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒപ്പം ഇരുന്നിട്ട് ഭാര്യയും ഭർത്താവും അതിന് ശേഷം ഒപ്പം ഞങ്ങളെ റൂമിൽ ഇരുന്നിട്ട് ഞങ്ങൾ പറയുന്നുള്ളത്. അപ്പൊ ഇന്ന് ആ വീഡിയോ ആണ്. എക്സൈറ്റഡ് ആണക്ക. 6 കൊല്ലം മുന്നേ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ കുത്തിപ്പൊക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഓരോന്നായിട്ട് പറയാട്ടോ. എവിടുന്ന് തുടങ്ങാന്നൊന്നും അറിയില്ല, ആദ്യമായിട്ടാണല്ലോ ലവ് സ്റ്റോറി പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയും, മനുഷ്യന്റെ ഇടയിൽ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ സ്റ്റാർട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ 10ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുന്ന സമയം ആളവിടെ സ്കൂളിന്റെ അടുത്ത് മലപ്പുറം കോട്ടോടിക്കാൻ മണവാട്ടി ഫാൻസ് നമുക്ക് ഞാൻ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. +2 കഴിഞ്ഞേക്കനെ പാർട്ട് ടൈം ജോബ് ബേസ് കയറിയതായിരുന്നു. പിന്നെ ഒരു 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്ത്. അതെ, അങ്ങനെയാണ് അവിടെ അടക്ക്. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഡെയിലി സ്കൂളിൽ പോവും. അങ്ങനത്തെ ഒക്കെ ഒരു വൈബായിരുന്നു. ഞാൻ പിന്നെ ലൈൻ ബസ്സിലായി. ഞങ്ങൾ വാടക വീട്ടിക്ക് മാറിയപ്പോ വേറെ വീട്ടിക്ക് മാറിയപ്പോ ഞാൻ പിന്നെ കൊണ്ടോട്ടി ആ ഏരിയയില് ഒരു ലൈൻ സ്കൂള് ആ ഏരിയയിലാണ് വീട് വന്നിരുന്നത്. അപ്പൊ ലൈൻ ബസ് ആലത്തൂർപടി. അപ്പൊ ലൈൻ ബസ്സിന് പോണം. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കൊണ്ടോട്ടി ബസ് കയറിയിട്ട് ലൈൻ ബസ്സിന് പോണം. കൊണ്ടോട്ടി ആ ഏരിയക്ക്, കോഴിക്കോട് ആ ഏരിയക്കുള്ള ബസ്സൊക്കെ നിർത്തുക ഇവന്റെ ഷോപ്പിന്റെ മുന്നിലായിരിക്കും. അങ്ങനെയാണ് സംഭവം. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ ഒരു SSLCന്റെ ആ ഒക്കെ ഒരു ടൈമിലാണ് നമ്മൾ ഓൾറെഡി അറിയാം. അതായത് ഇപ്പൊ അത് പറയണോ? അതായത് ഞങ്ങൾ എങ്ങനെ പരിചയിച്ചാല് എന്റെ ഫസ്റ്റ് ലവറെ ചങ്ങാഴ്ചേനു പോലെ എന്റെ ഫ്രണ്ടിന്റെ ലവറായിരുന്നു ഇവന്. അങ്ങനെ ഞങ്ങൾക്ക് കമ്പനി ഉണ്ട്, അറിയാം. അതായത് ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ലവറാണ് ഇവന്. അങ്ങനെ എനിക്ക് ഇവനെ അറിയാം, കാരണം എന്റെ ഫ്രണ്ടിന്റെ ലവറാണല്ലോ. അപ്പൊ മെസ്സേജ് അയക്കലുണ്ട്. മെസ്സേജ് മീൻസ് അങ്ങനെ ഒന്നും ഇല്ലല്ലേ, എന്തെങ്കിലും മീൻസ് ഓളെ കാര്യം അറിയാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. ഓളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, മെസ്സേജ് ഇട്ട് കിട്ടുന്നില്ല. അതെ, പക്ഷെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവനെ കാണുന്ന എങ്ങനെയാ വെച്ചാല്, ഒരു ദിവസം സ്കൂൾ വിട്ട് എല്ലാവരും ആ ഗേൾസത്തെ കുട്ടി അന്ന് ഇവനെ കാണാൻ വേറൊരു ഭംഗിയെന്നു കേട്ടോ. പൊക്കി പറയല്ല, വേറൊരു പുറത്തത്തെ ചെക്കന്മാരുടെ ഭംഗിയേനു. അപ്പോ അന്ന് ഗേൾസിന്റെ ആ ഏരിയയിൽ ഫുള്ള് മണവാട്ടിയിൽ പുതിയൊരു ചെക്കൻ വന്നിരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നുള്ളൊരു ടോക്ക് ആയിരുന്നു ക്ലാസ്സിൽ മൊത്തം അങ്ങനെയായിരുന്നു. എന്റെ ക്ലാസ്സിലെ എല്ലാവരും കണ്ടിരിക്കണം, ഞാൻ മാത്രം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് കഴിഞ്ഞ് അപ്പോഴൊക്കെ എന്റെ ഫ്രണ്ടിനായിട്ട് ഇവന് സെറ്റാണ്, ഇവന്റെ ലവറാണ്. ഓളെ ലവർ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഓള് വർത്താനം പറഞ്ഞാണ്ട് കടയിലിങ്ങനെ പറയാനായിട്ടില്ല. ഇവനും ഓളും അഫെയർ ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ആളിതുവരെ കണ്ടിട്ടില്ല, ഓളെ ലവർ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് ബസ് സ്റ്റോപ്പിന്റെ അവിടേക്ക് പോയപ്പോ ഇവനും ഓളും വർത്താനം പറഞ്ഞിക്ക കടന്റെ ഉള്ളില്. അതിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആളിനോട് പറഞ്ഞു, ബിന്ദി അങ്ങോട്ട് നോക്കിയ ഒരു ഫ്രണ്ടും അവിടെ നിൽക്കേനു. അപ്പൊ ഇവനും ഇവന്റെ എക്സും ഉള്ളില് വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി, അതാണ് ആ കുട്ടിന്റെ, അതായത് എന്റെ ആ ഫ്രണ്ടിന്റെ ലവറ് പറഞ്ഞു. അതിൽ ഞാൻ തിരിഞ്ഞു നോക്കണതും ഇവന്നെ നോക്കണതും ഒപ്പായി. ഫസ്റ്റ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഷോപ്പിൽ ഇതാണ് ആള്, ഇങ്ങനെ ഒരു ചെക്കൻ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അതിന് ശേഷം ഓളപ്പം ഞാൻ കടയ്ക്ക് വന്നിട്ടില്ലല്ലോ, 1-2 വന്ന് ഓളപ്പം ഞാൻ രണ്ടു വട്ടം ഇങ്ങനെ കടയ്ക്ക് പോകും. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പൊ മെസ്സേജ് അയക്കും ഓളെ കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ഒക്കെ ഒരു കമ്പനി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് അട്ട തേപ്പ് കിട്ടുന്നത് 2 അക്കുട്ടോ. എനിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു ആ ടൈമില്. ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് നോക്കിയ ഒരു റിലേഷൻ ആയിരുന്നു. അപ്പം ഇന്നെ മൂഞ്ചിച്ചിട്ടിട്ട് പോയി. ഇവനക്കും ആ കറക്റ്റ് ടൈമിലാണ് ഓള് ഇവനെ മൂഞ്ചിക്കണത്. അപ്പൊ നല്ലോണം അറിയാനോ ഇവിടെ ഓളെ എന്നെ മൂഞ്ചിക്കുന്ന നല്ലോണം അറിയാം പറഞ്ഞില്ല. ഞാൻ ആ ദേശത്തില് എന്റെ ഫ്രണ്ട് നല്ല പണിയൊക്കെ കാട്ടി എനിക്കെങ്കിലും ഒന്ന് പറയുന്നു എന്നോട് എന്നുള്ള രീതിക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചു. പിന്നെ അപ്പൊ ഇവർക്ക് എന്ത് സാധാ അങ്ങനെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കലുണ്ടേനു. അങ്ങനെ 2 ആക്കും ബ്രേക്കപ്പ് ഇട്ട് നിക്കണ നേരാണ് ഓള് വേറെ ഒരുത്തന്റെ ഒപ്പം പോയി. ആ എന്തെങ്കിലും സംഭവം ഓൾക്ക് ഓൾറെഡി ഒരാളുണ്ടായിരുന്നു. ടൈമില് 2
ഡബിൾ ഡാഡി സിൻഡ്രോം. അതെ, അതായത് ഈ തൊഴിലും കാലിടും ഈ തൊഴിലും കാലിടും. അങ്ങനെ ഇന്റതും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അത്രയും ഒന്നാമത്തെ കേസ് എന്റെ ഫസ്റ്റ് റിലേഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ബുദ്ധിയില്ലാത്ത പ്രായമല്ല. അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് റിലേഷൻ ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണെന്ന് ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇനി മൂഞ്ചിച്ചിട്ടിട്ട് പോയി, ഇവനി മൂഞ്ചിച്ചിട്ടിട്ട് പോയി. അപ്പൊ ഞങ്ങൾ രണ്ടാളും ബ്രേക്കപ്പിന്റെ ഇതിൽ നിൽക്കാണല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് മെസ്സേജ് അയച്ചതാണ്. അതിലിന്റെ തലയിലല്ല, പിന്നെ ഒരു കൊല്ലത്തോളം ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു കൊല്ലത്തോളം എല്ലാം പറയും. പിന്നെ ഞാൻ വേറെ കുട്ടിക്ക് മെസ്സേജ് അയക്കാറുമ്പോ അവക്ക് ഭയങ്കര കുയിന്ത് കാട്ടാ, തെറ്റിപ്പോവാ. അപ്പൊ മനസ്സിലായി ഇവർക്ക് സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പിന്നെ അങ്ങനല്ല. ആ ടൈമില് ഭയങ്കര അലോൺ ഫീലിംഗ് ആണ്. ആരും ഇല്ല. അപ്പൊ എല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഒരാൾ ഇപ്പൊ വേറെ പെണ്ണിന്റെ അടുത്തേക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പൊസസീവ്നെസ് വരും. അങ്ങനെ എനിക്ക് വന്നതോ എനിക്ക് മനസ്സിലായപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങള് റിലേഷനെ പറ്റി തന്നെ ചിന്തിക്കണം. അതായത് പിന്നെ കൊറോണ ടൈമാണ്, പിന്നെ ലോക്ക്ഡൌൺ ആയി. അപ്പൊ വേറൊരു പണിയില്ല, മെസ്സേജ് കോള്. ഞാൻ ഫ്രീ ആകുമ്പോ ഇവിടെ വിളിക്കും, ഇവിടെ ഫ്രീ ആകുമ്പോ. ഞങ്ങൾ ആകെ കൂടെ റിലേഷൻ ആയിട്ട് ഞങ്ങൾ ആകെ കൂടെ രണ്ടൊട്ടത്തല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല, റിലേഷൻ ആവണേന് മുന്നേ ആകെ ഒന്നോ രണ്ടോട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞങ്ങള് കാണേണ്ടത് റിലേഷൻഷിപ്പ് അതിന്റെ ശേഷം. കാരണം ലോക്ക്ഡൌൺ ആണ്, ഷോപ്പ് ക്ലോസ്ഡ് ആണ്, ഫുൾ ലോക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പിന്നെ ഞങ്ങള് ഫോണിൽ കൂടെ ലോക്ക്ഡൌൺ ആണല്ലോ, അങ്ങോട്ട് കൊണ്ട് സംസാരിച്ച് ഇവർക്ക് ഭയങ്കര കുയിന്ത്. ഞാൻ വേറെ പെണ്ണിന് ആ കുട്ടി, ഞാൻ ഇന്നൊരു കുട്ടീനെ കണ്ടിനോ ഭയങ്കര ചൊറക്കുണ്ടെന്നൊക്കെ പറയുമ്പോ ഇവർക്ക് ഭയങ്കര കുയിന്ത്. അതിൽ എനിക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ ഉണ്ട് എന്നുള്ള ഇതൊക്കെ. ഞാൻ രണ്ടും കൽപ്പിച്ച് പ്രപ്പോസ് ചെയ്തു. ഞാനാ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഇവിടെ എടുത്തേക്കാൻ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞു. എന്നോട് കേട്ട മതി കേൾക്കാത്ത മതി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. എനിക്ക് കാരണം എന്നും അറിയണ ആളാണ്, എന്നും വർത്താനം പറയുന്നുണ്ട്, ഒരു കൊല്ലത്തോളം ഒക്കെ അറിയാം. അപ്പൊ പിന്നെ ഞാന് ഓക്കെ, എനിക്ക് ഇന്ന ആള് മതി ലൈഫ് പാർട്ട്ണർ ആയിട്ട് ഞാനും ഇതാക്കി. അങ്ങനെ അൻഷി ഞാനും ജൂലൈ 24 ഇയർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ജൂലൈ 24 ആണ് ഞാനും അൻഷിയും കമ്മിറ്റഡ് ആവണത്. പിന്നെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി. ഒരു 1 ഇയറോളം സ്മൂത്ത് ആയിട്ട് പോയി. അപ്പൊ ഞാൻ ഇവനോട് ചോദിക്കുന്നുണ്ട്, പെരയിൽ അറിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പെരക്കാരെ അയക്കൂല. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു പെരക്കാർക്ക് പ്രശ്നമൊന്നുമില്ല, എന്റെ പെരയിലും പ്രശ്നമൊന്നുമില്ല, ഓല അയക്കും. അതിന് മുന്നേ എന്റെ അമ്മക്ക് ഇവനെ പ്രശ്നമല്ല. കാരണം ഞങ്ങൾ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം ഇവിടെ പെരിയ അറിയില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ള കാര്യം അറിയാം. ഒരു ദിവസം എന്നിട്ട് ഇവളെ ഷാനു എന്നിട്ട് ഞങ്ങളെ ചാറ്റ് പൊക്കി ഇവിടെ പെരിന്ന്. പിറ്റേ ദിവസം അങ്ങനെ തന്നെ ഞാൻ ഷൂട്ടിന് പോയിക്കേനു. എവിടെയാണെന്നറിയോ? ബ്രൈഡൽ പാലസിൽ ഞാന് ബ്രൈഡലായി ആദ്യമായിട്ട് ബ്രൈഡൽ ഡ്രസ് ഇട്ടിട്ട് കോസ്റ്റ്യൂമൊക്കെ ആ സ്റ്റേഡിയത്തിന് മേലെ പോയിക്കേനു. അപ്പൊ ഞാൻ ദിലുവിന്റെ ഫോണില് ഇൻസ്റ്റയില് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് ലോഗൗട്ട് അടിക്കാൻ മറന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ചാറ്റണ ഫുള്ള് പെരയിലിരുന്ന് പൊക്കി. എന്നിട്ട് ഞാൻ കയറി, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കയറി ചെന്നപ്പോ എല്ലാരും മുഖം ഉണ്ട് ഇത്തറ കേട്ടോ. എന്നോട് ഭയങ്കര കലിപ്പ്. അതിലെന്റെ അമ്മ എന്നോട് എടുത്തേക്ക് ചോദിച്ചത് അനക്കാരാടി പുതിയത് ചാറ്റാൻ കിട്ടിയേക്കണെന്ന് എന്നോട് ആദ്യമായിട്ട് ഉമ്മ ചോദിച്ചത്. അപ്പൊക്കെ മനസ്സിലായി ഇത് പെരി പൊക്കിയെന്ന്. അങ്ങനെ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഉമ്മക്ക് മനസ്സിലായി. കാരണം ഉമ്മ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോ ബസ് കയറല് എന്റെ കടന്റെ എനിക്കറിയാം. അപ്പൊ ഉമ്മാക്ക് ആ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഉമ്മാക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടമായിരുന്നു ഇവനെ. സ്റ്റാർട്ടിങ് ടു എൻഡ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ എന്റെ വരെ ഉമ്മയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാക്കും അറിയാം. അങ്ങനെ എന്റെ വീട്ടുകാർ എന്റെ ഉപ്പയൊക്കെ എന്നെ വന്ന് സംസാരിച്ചില്ലേനോ. എന്റെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും വരുന്നില്ല. തല്ലും കുത്തും കച്ചറല്ലാത്ത എല്ലാം കഴിഞ്ഞു. എന്റെ ഉപ്പയും എന്റെ ബാബും എന്റെ അമ്മയും എന്നും അവന്റെ ഫാൻസിക്ക് ചെന്ന് അവനോട് സംസാരിക്കും. ഇജ്ജ് ഒറിജിനൽ തന്നെ അല്ലേ, സീരിയസ് തന്നെ അല്ലേ, എന്റെ പെരിയിൽ അയക്കൂലെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു പെരി അയക്കും, പെരി അയച്ചില്ലെങ്കിൽ ഞാൻ വളർത്തന്നെ കെട്ടുള്ളൂ. കാരണം ഞാൻ തമാശക്ക് വേണ്ടി നോക്കല്ല. കാരണം ഭയങ്കര സിങ്കായി ഞങ്ങളെ വൈബ് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രക്ക് സെറ്റ് ആയിനു. പിന്നെ 1 ഇയറോളം ഞങ്ങൾ അങ്ങനെ കൂളായി പോയി. 1 ഇയർ കഴിഞ്ഞിട്ടും ഒരു റെസ്പോൺസും കാര്യങ്ങളും ഇല്ല. കാരണം എനിക്ക് 18 വയസ്സായി. ആണേ, അല്ല എനിക്ക് ഏജ് ആവണ വരെ നമ്മള് സ്മൂത്ത് ആയിട്ട് പോയി അടിപൊളിയായി. പിന്നെ പ്ലസ് ടു MICയില് പഠിക്കുമ്പോൾ കല്യാണാലോചന വരല്ലോ. 18 വയസ്സായല്ലോ. നമ്മൾ ഈ മലപ്പുറം സൈഡാന്ന് വെച്ചാല് 18 വയസ്സാകുമ്പോ കെട്ടി ജയിച്ചില്ലെങ്കിൽ പെണ്ണുങ്ങളെ വല്ല എന്തോ
എന്തോ കെട്ടച്ചെറുക്കായിട്ട് നിന്നു എന്നൊക്കെ ഒരു തോന്നലാണ് ഇപ്പോഴും ചില അമ്മമാർക്ക്. അപ്പൊ അങ്ങനെ അങ്ങനെ ഇവളെ അമ്മക്ക് അങ്ങനെ പ്രശ്നമില്ലെങ്കിലും ഇവളെ കുടുംബത്തിന് അങ്ങനെ പ്രഷർ വരുന്നുണ്ട്. കാരണം ഇവളെ ചെറുതിന്റെ ഇവളെ കുടുംബത്തിൽ ഇവളെ ചെറിയ എന്താണ് അനിയത്തിന്റെ കല്യാണം വരെ കഴിഞ്ഞു പോയി. എന്നിട്ട് ഇവളത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായി ഓളന്മാർക്കോ കുടുംബക്കാർക്കോ എല്ലാവർക്കും ഭയങ്കര പ്രഷറായി. കെട്ടിച്ചാൻ എന്തൊക്കെ കാര്യം കെട്ടിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം. അപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് ഏജ് ആയിട്ടില്ലേ, എനിക്ക് 20, 21, 22 അത്രക്കൊക്കെ ഏജ് ആയിട്ടുള്ളൂ. 22 വയസ്സില് കല്യാണം ഒക്കെ പറയുമ്പോ ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. അപ്പൊ ഞാൻ ഇവനോട് ഇങ്ങനെ പറയും, എനിക്ക് ഇങ്ങനെ കല്യാണാലോചന വരുന്നുണ്ട്, നിങ്ങൾ വേഗം വീട്ടിൽ സംസാരിക്കണം, അപ്പം വീട്ടിൽ സംസാരിച്ച് തീരുമാനമാക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവലെ വീട്ടുകാർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, ആദ്യം അയച്ചില്ലേനു. ഒന്നാമത്തെ കേസ് ഇവനക്ക് ഒരു മൂത്തത് ഇവിടെ ഓൾറെഡി ഉണ്ട്, അപ്പൊ ഓന്റെ ഒന്നും ആയിട്ടില്ല. പിന്നെ ചെറിയ ആയിട്ടില്ല, അങ്ങനത്തെ ആവുമ്പോ പ്രശ്നം. പിന്നെ അത് പ്രായത്തിന്റേതാണ്, നിങ്ങൾക്ക് കുറച്ച് അങ്ങനൊക്കെ ആയിട്ട് ഇവന്റെ വീട്ടുകാർ ഞങ്ങളെ തമ്മില് തിരിക്കാന് രണ്ട് വീട്ടുകാരും പഠിച്ച പണി 100 നോക്കിക്കണേ. എന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാന്. പക്ഷെ പിരിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു കോഡിന്റെ അപ്പുറത്തേക്ക് ഞങ്ങള് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞങ്ങള് പിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവന്റെ വീട്ടിൽ അയക്കൂല അന്ന് ഞങ്ങൾക്ക് കൺഫേം ആയി. എന്റെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചപ്പോ ഇവന്റെ വീട്ടിൽ നിന്ന് അയക്കൂല, കൊന്നിട്ട് അയക്കൂല. അതിൽ എന്റെ പെരക്കാർക്ക് വാശി. പിന്നെ പക്ഷെ ഞങ്ങള് നിർത്തണില്ല, വീട്ടുകാരെ മുന്നിൽ നൃത്യമാര് അഭിനയിക്കും. ഞങ്ങൾ ടെക്സ്റ്റ് യൂസേജ് ഒക്കെ ടെക്സ്റ്റിലൊക്കെ മെസ്സേജ് അയക്കും. പിന്നെ അതേമാതിരി ക്ലോസ് ഫ്രണ്ട്സില് ഇൻസ്റ്റയില് ക്ലോസ് ഫ്രണ്ട്സിൽ ഞാൻ അമ്പള് മാത്രമേ എന്നെ മാത്രമേ കേൾക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ ഞങ്ങള് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്ത് കാരണം ഫോണ് അത്രക്ക് സീനേനു. ഇവളെ വീട്ടിലില്ല, എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ഉമ്മാന്റെ ഫോണിൽ നിന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അങ്ങനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 1 ഇയറോളം പിന്നെ ഞങ്ങള് ആരും അറിയിക്കാതെ ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോയി. എന്നിട്ട് ഇതൊരു തീരുമാനമാണില്ല. വീട്ടുകാര് റിലേഷൻഷിപ്പ് ഇല്ലാന്നപ്പോ വീട്ടുകാർക്കും കുഴപ്പമില്ല. എനിക്ക് 18 വയസ്സ് തികഞ്ഞു. അപ്പൊ 17 വയസ്സ് തികഞ്ഞു. ആ സമയത്ത് ഒരു തീരുമാനവും ഇല്ല, ഒന്നും ആവണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ട് പറഞ്ഞാണ്ട് കോട്ടക്കുന്നിക്ക് പരിപാടി പോലെ വെച്ച്. അപ്പൊ ഞാൻ എന്ത് പണിയാട്ടി, ഞാൻ ഇവനെ വിളിച്ചു. കണ്ടിട്ട് കൊറേ ആയി. കാരണം പണ്ടത്തെ മാതിരി ഭയങ്കര സീനല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ഇവനെ കോട്ടക്കുന്നിക്ക് വിളിച്ചു വരുത്തി. എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പരിപാടി അവിടെ നടക്കുകയും ഒന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി കൂടാന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ അൻസിനെ വിളിച്ച്. അതെന്താ ടീം അൻസി പറഞ്ഞു ഓക്കെ ആ ടൈം ആവുമ്പോ ഞാനും എത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി കോട്ടക്കുന്നിക്ക് പോയി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഷാനു എന്റെ മൂത്തനിയൻ ഓന്റെ ബാക്കിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, സ്പൈ ചെയ്യുന്നോന്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഓ മെസ്സേജ് അയച്ച അപ്പ പൊക്കും, ഒന്നും ചെയ്താലും സംഭവം ഓന്റെ ഭാഗത്തുനിന്ന് ആങ്ങളാണ്. പക്ഷെ എനിക്ക് ഈറേനു ആ ടൈമിൽ ഭയങ്കര ഈറേനു. കാരണം എന്തുണ്ടെങ്കിലും കൊണ്ട് ഒറ്റ കൊടുക്കുക. അങ്ങനെയൊക്കെ ലാസ്റ്റ് ഇവിടെ കോട്ടക്കുന്നിക്ക് ഇറങ്ങിയേക്കനെ വൈത്താല സൈക്കിൾ എടുത്താണ് പോകുന്നത്. എനിക്കതറിയില്ല, ഞാൻ ബൈക്ക് കേറുമ്പോ കൊണ്ട് ഇവനെ കണ്ടുന്നു. അതിൽ തന്നെ പിന്നെ ഞാൻ കേറില്ല. എനിക്കറിയാം പിന്നെ കേറിയ സീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ തിരിച്ചു പോയി. അപ്പൊ പിന്നെ ഇപ്പൊ ഷാൻ എന്നിട്ട് ഇമ്മക്ക് വിളിച്ചിട്ട് നല്ലോണം കിണിച്ചു കൊടുത്തു. അതില് ഇമ്മ പണി സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നിക്ക. അല്ല അമ്മ വീട്ടിലേന് വന്നേ. ഇമ്മ കോട്ടക്കന്ന് വന്ന് ഓട്ടോറിക്ഷ വിളിച്ചു തന്നെ. അന്ന് ഷാനും ഉണ്ട് ഉമ്മയുണ്ട്. അന്ന് വന്നിട്ടാണ്ട് കിട്ടി എനിക്ക്. ഞാൻ വർത്താനം പറയുന്നു, ആൾക്കാരെ കിട്ടി മൂന്നൊക്കെ കോട്ടക്കുന്ന് ആൾക്കാരെ കിട്ടി. എല്ലാരും ഇരിക്കട്ടാണ്ട് പൊട്ടി. എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം എന്നോടൊന്നും ചോദിക്കാൻ പറയൊന്നും ചെയ്യണില്ല. വന്നിട്ട് ഒറ്റ അടി. അതിൽ ഞാൻ എന്താട്ടി, ഞാൻ ഒറ്റ ചെരുപ്പ് മുടിച്ചാണ്ട് ഞാൻ അടിക്ക് ഒറ്റക്ക് നടന്നാണ്ട് പോയി. അതിൽ ആ സെക്യൂരിറ്റിക്കാരിങ്ങനെ മോളെ എന്താ പ്രശ്നം അങ്ങനെയൊക്കെ ചോദിക്കണം. എനിക്ക് ആ ദേഷ്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. അവിടെ ഒരു കഫേ ഉണ്ട്, അവിടെ എത്തിയപ്പോ ഞാൻ അവനെ വിളിച്ചു. എനിക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തണം പറഞ്ഞു. അപ്പൊ തന്നെ സ്പോട്ടിൽ അവൻ അവിടെ എത്തി. അങ്ങനെ നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഏതോ 2 കാക്കാര് മധ്യസ്ഥൊക്കെ നിന്നു. സത്യം ഓലാണ് എന്റെ വീട്ടിൽ വിളിച്ചു. എന്റെ വീട്ടിലപ്പുറം പ്രശ്നം എന്റെ വീട്ടുകാര് കൊന്നിട്ടിട്ട് അയക്കണില്ല കേട്ടോ. ലാസ്റ്റ് 1 കൊല്ലത്തെ ഗ്യാപ്പ് ഇവനക്ക് കൊടുത്തു. ആ കാക്ക വന്നിട്ട് 1 കൊല്ലത്തെ ഗ്യാപ്പ്, 1 കൊല്ലം എനിക്ക് ടൈം തരാം, അതിന്റെ ഉള്ളിൽ എന്റെ വീട്ടുകാരെ സമ്മതിപ്പിച്ച് ഓളെ എൻഗേജ്മെന്റ് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീട്ടില് ആ ഒരു തീരുമാനത്തിൽ എത്തി, വീട്ടിലേക്ക് എത്തി. പിന്നെ വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരുന്നു 1 ഇയറോളം. അങ്ങനെ 1 ഇയർ ഗ്യാപ്പിന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കട്ടാവണം കേട്ടോ. അതാണ് ഇങ്ങനെ ആണ്. അങ്ങനെ 1 ഇയർ ഗ്യാപ്പ് എനിക്ക് കൊടുത്തു. 1 ഇയർ കഴിഞ്ഞിട്ടും എന്റെ അടുത്തൊന്നും ഒരു റിപ്ലൈ ഇല്ല. വീട്ടുകാരെ അയക്കില്ല, വീട്ടുകാരില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റിപ്ലൈ എനിക്ക് കെട്ടാൻ പോകുന്നില്ല. എന്റെ സാഹചര്യം എനിക്ക്
22 വയസ്സായിട്ടുള്ളൂ. 22 അല്ല 22 ഈ ഡേറ്റ് കഴിയുമ്പോ എനിക്ക് 23 വയസ്സാ. അപ്പൊ ആ പ്രായത്തില് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും അവസ്ഥ. ചെയ്യാൻ പറ്റാതെ ഞാൻ ഇട്ടിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ അവന്റെ കൂടെ പക്ഷെ ഇവളെ ഞാൻ ഒരു കാര്യത്തിൽ സംബന്ധിച്ചു എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇവള് ഇന്നെ ഇട്ടിട്ട് പോയിട്ടില്ല. എനിക്ക് നല്ല തല്ല് കിട്ടിക്കണു, നല്ലത് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. പക്ഷെ കൊറേ തല്ല് കിട്ടിക്കണു, കൊറേ സ്ട്രഗിൾ ചെയ്തു. ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ല. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് എന്നോട് അത് സംഭവം എന്താ വെച്ചാൽ എന്റെ വീട്ടുകാർക്ക് വാശി കൂടാൻ കാരണം ഇവന്റെ വീട്ടുകാർക്ക് ഒന്നും ഇട്ടിട്ട് അയക്കണില്ല. അപ്പൊ എന്താ ഇപ്പൊ ഇവന്റെ വീട്ടുകാർക്ക് എത്ര വാശി എന്നുള്ള രീതിയിൽ എന്റെ വീട്ടുകാരും പിന്നെ സീനായി. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് എന്റെ വീട്ടുകാർക്കും വാശിയായി. എന്നെ വേറെ കല്യാണങ്ങൾ നോക്കി. അങ്ങനെ എന്റെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നു. ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞാണോ അത്? അതെ, എന്റെ അതായത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. പറയണ്ടേ? ഞങ്ങളെല്ലാം തുറന്നു പറയണേ. ഇവളൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് അന്ന് വരെ ഞങ്ങൾ ചാറ്റിംഗ് കിട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാ വെറുതെ ആ ചെറുക്കന്റെ ലൈഫ് ചെറുക്കനോട് ഞാൻ എല്ലാം തുറന്നു. ഇവള് എന്താ പറയാ, ഇവള് ആദ്യം ചെറുക്കനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്ക് നിങ്ങളെ ഇത് ആക്കാൻ കഴിയൂലെന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഇവളെല്ലാം തുറന്ന് പറഞ്ഞു. പക്ഷെ ഓനോ ഓന്റെ വീട്ടുകാരോട് പറഞ്ഞില്ല. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടുകാരെ പ്രശ്നം. അങ്ങനെ നടന്ന എൻഗേജ്മെന്റ് അത് അന്ന് തന്നെ മുടക്കി. ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ വിളിച്ച് മുടക്കി. അങ്ങനെ അത് മുടക്കിയ കേസ്. എൻഗേജ്മെന്റിന്റെ സമയത്ത് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. അതായത് ഇനി ഞാൻ മെസ്സേജ് അയക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ബ്ലോക്ക് ആക്കിയിട്ട്. കാരണം എന്റെ എൻഗേജ്മെന്റ് ഞാൻ വേറെ ഒരാളൊപ്പം നിൽക്കണ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് വിഷമമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ബ്ലോക്ക് ആക്കിയിട്ട്. എന്നിട്ട് ഞാൻ അൺബ്ലോക്ക് ആക്കി അലോ അയച്ചപ്പോത്തിന് എന്നെ കാണാതൊക്കെ ബ്ലോക്ക് ആക്കി ഇട്ടതേനു ഇതൊക്കെ. അപ്പൊ ഓനക്ക് കൊടുക്കണ ന്യൂസ് എന്താ വെച്ചാൽ ഞാൻ അത് മുടക്കി എന്നുള്ളതേനു. അങ്ങനെ അപ്പൊ ഇവനെ ആകെ അങ്ങനെ. അപ്പൊ എനിക്കുണ്ടായ ഫീലിങ്സ് എന്താ അറിയോ, നമ്മളെ കൈക്കുന്ന് പോയിന്ന് കരുതിയ സാധനം ഉണ്ടല്ലോ, എന്താ ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. നമ്മള് കൈക്കുന്ന് പോയി ഇന്നത് കിട്ടൂല എന്ന് പറഞ്ഞ സാധനം നമ്മളെ അടുത്തേക്ക് തന്നെ തിരിച്ചു കിട്ടുമ്പോ ഒരു ഇന്നർ ഫീലിങ്സ് ഉണ്ട്. അങ്ങനെ എന്റെ എൻഗേജ്മെന്റ് ഒക്കെ ഞാൻ മുടക്കി. അതൊക്കെ കഴിഞ്ഞ് എന്റെ എൻഗേജ്മെന്റ് മുടക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാനും ഇവനും ഭയങ്കര ഡീപ്പില്. കാരണം ഒരു രക്ഷയില്ല. എന്റെ വീട്ടിൽ നിന്ന് എന്നോട് ഇജ്ജ് പൊയ്ക്കോ, എന്റെ ഒപ്പം പോവാണ്, ഇജ്ജ് ഇവിടെ എനിക്ക് എന്റെ പേര് എന്താ പറയാ, ഇവള് മുട്ടയെടുക്കല് ഇവള് മുടക്കി. എന്താ പറയാ, ഓന് കിട്ടൂല, കെട്ടാണ് അതിനെ തന്നെ ഇവള് കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എന്റെ വീട്ടുകാര് പറഞ്ഞു ഇജ്ജ് പോയിക്കോ, പ്രശ്നമില്ല, പോവാണെങ്കിൽ ജോന്റെ പറങ്ങി പോയിക്കോ, പിന്നെ ഈ വീട്ടിക്ക് കയറരുത്. ഞാൻ എന്റെ ഉമ്മാനെ എന്റെ ഫാമിലിനായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഇതായതുകൊണ്ട് എനിക്ക് അതിന് കഴിയൂലേനു. അങ്ങനെ ലാസ്റ്റിന്റെ ഇപ്പൊ ഇതിൽ ഇടപെട്ടപ്പോഴാണ് സത്യം പറഞ്ഞാല് ഇപ്പൊ എത്ര കാലമായിട്ട് ഇടപെട്ടിട്ടില്ലേനു. അതില് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പാനോട് എന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇപ്പ അന്ന് കൊലായ്മ ഇരുന്നിട്ട് ഇവന്റെ ഉപ്പാക്ക് വിളിച്ചു. എന്റെ അടുത്ത് നമ്പർ വാങ്ങിയാണ്ട് ഇവന്റെ ഉപ്പാക്ക് വിളിച്ചു. എന്റെ മോള് ഇങ്ങളെ മോനെ കെട്ടുള്ളൂ പറഞ്ഞിരിക്കാണ്, അതുകൊണ്ട് ഇപ്പൊ ഒരു മുട്ടാടുക്കൽ വരെ മുടങ്ങി, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ചോദിച്ചു. ആ ഒരൊറ്റ ഒരു വർത്താനത്തിലാണ് പിന്നെ തീരുമാനം. പിന്നെ ചങ്കും അത്രയും കാലം പ്രശ്നം ഉണ്ടായി കണ്ട് ഇപ്പൊ പിന്നെല്ലാം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് 2 ദിവസം കൊണ്ട് ഓല് വീട്ടിക്ക് വന്നു നിശ്ചയിച്ചു. മുട്ടാടുക്കലിന്റെ ഞാൻ ഇതൊക്കെ വണ്ടടിച്ച് നിക്കുന്നത് ഞങ്ങൾക്ക് എന്താന്നറിയോ, അങ്ങനെ ഒരു ഫീലിങ്സ് കേട്ടോ. എൻഗേജ്മെന്റിന്റെ സമയത്തൊക്കെ ഞാൻ എന്റെ സത്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ കല്യാണത്തിനെക്കാട്ടി എൻജോയ് ചെയ്തിക്കണേ ഞാൻ എന്റെ എൻഗേജ്മെന്റ് ആണ്. അതന്നെ നമ്മളെ എൻഗേജ്മെന്റ് ആണ്. കാരണം എൻഗേജ്മെന്റ് അത്രയും ആഗ്രഹിച്ച് അത്രയും കിട്ടൂല. കഴിക്കുന്ന പോയി സാധനം തിരിച്ചു കിട്ടിയാണ്. ആ ഒരു നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കല്യാണം പിന്നെ നമ്മൾ ഓൾറെഡി ഉറപ്പിച്ചല്ലോ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഒരു ഉറപ്പായല്ലോ ആ ഒരു നിലക്കേനു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എത്രയായിരുന്നു? നവംബർ ജൂലൈ അല്ലേ? ജൂലൈ ജൂലൈ എത്രയിലുമാണ് ഞങ്ങൾ 23 26 അങ്ങനെ എന്തോ ആണ് ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അൽഹംദുലില്ലാ അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോത്തിന് നമ്മളെ കല്യാണം ഉറപ്പിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞ കല്യാണം 1 ഇയർ അല്ല 2 കൊല്ലത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1 ഇയർ ഞങ്ങളെ കാത്തിക്കൂട്ടി ഞങ്ങൾ നടത്തുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലില്ലേ ആരും പേടില്ലാതെ ഞങ്ങൾ പോവും വരും. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ മാതിരി എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തന്നെ
കല്യാണം കഴിഞ്ഞ മാതിരി എന്റെ എല്ലാ കാര്യത്തിനും അനുഷ്യാവും ഇവൾക്കൊരു പ്രശ്നമുണ്ട്. ഇവള് ഒരു വൈക്ക് ഇറങ്ങുമ്പോ ഞാൻ അത് വരില്ല. ഞാൻ ഇപ്പൊ ഇവന്റെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോണി ഞാൻ അനുഷിനെ വിളിച്ചെടുത്തു ഒരു കൊറിയർ. എനിക്കും അങ്ങനെ ആയി ശീലായി. ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആയി പോയി. രണ്ടാളും എൻഗേജ്മെന്റ് സാധാരണ കല്യാണം ഉണ്ട് കറങ്ങാൻ ഞങ്ങൾ നേരെ തിരിച്ചാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങളെ ശല്യം സഹിക്കാൻ പറ്റാത്ത. പിന്നെ രണ്ട് വീട്ടിലും കറങ്ങാൻ പോകുമ്പോഴും അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കുടുംബക്കാരെ വെച്ച് കാണുമ്പോഴും കുടുംബക്കാരെ തെണ്ടികളെ ഒറ്റ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമായി. അതെ. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഇവന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും കൂടി ഫസ്റ്റ് പറഞ്ഞത് നിക്കാഹ് കഴിച്ചു കൊടുക്കാന്നേനു. അതും മുട്ടടുക്കള 1.5 കൊല്ലം കഴിഞ്ഞിട്ടോ. 1.5 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ ശല്യം കൊണ്ട് ഓല് തീരുമാനിച്ചാണ് 1 കൊല്ലത്തിന്റെ ഉള്ളിൽ കേട്ടോ നിക്കാഹ് ചെയ്ത് കൊടുക്കാന്നേനു വിചാരിച്ചു. നിക്കാഹ് കഴിച്ചോട്ടെ എന്നിട്ട് ഒരു എന്താ വെച്ച് നടന്നോട്ടെ. ഞാനിങ്ങനെ നിക്കാഹ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിക്കുന്ന ഞങ്ങൾ സത്യം പറഞ്ഞ ഇപ്പൊ ഈ കല്യാണത്തിന്റെ പ്ലാൻ ഇല്ല. നിക്കാഹ് കഴിച്ച എന്നിട്ട് ഒരു 2 വർഷം നമുക്ക് എനിക്ക് മേഖല ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളും സ്റ്റേബിൾ ആയി നിന്നിട്ട് മതി ഒരു കല്യാണം മതി എന്നൊക്കെ നിൽക്കുമ്പോഴാണ് പെരക്കറി ഇഞ്ഞൊരു കല്യാണം ഇഞ്ഞൊരു പറ്റില്ല. 10 ചെലവാണ്. ഒറ്റ ചെലവ് കല്യാണം കഴിക്കുക പരിപാടി കഴിക്കുക. അതില് ഞാൻ എന്റെ വീട്ടില് ഡ്രസ്സിന്റെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എല്ലാരും ഉണ്ട്. അതിലാണ് എന്റെ അമ്മ വിളിച്ചാണ് നമുക്ക് ഇനി നിക്കാഹ് വേണ്ടല്ലോ നമുക്ക് കല്യാണം അങ്ങോട്ട് ആക്കല്ലേ. നിന്റെ കിളി പാറി സത്യം പറഞ്ഞാൽ നിന്നോട് എന്താ പറഞ്ഞോ നിക്കാവൊന്നുമില്ല കല്യാണം കഴിക്കാൻ അയിമ പരിപാടി കഴിച്ച അല്ലാതെ ഒരു നിക്ക ഒരു മുട്ടടുക്കൽ ഒരു കല്യാണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചു ഫെബ്രുവരി 9-ാം തീയതി. ഡേറ്റ് അതല്ലേനോ? ഡേറ്റ് ഞങ്ങൾ ജനുവരിക്ക് ഞങ്ങള് 31-ാം തീയതി ഞായറാഴ്ച സൺഡേ. അതതിന് ഞാനും ഇവളും ഒരേ മാതിരി ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ അന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പിന്നെ ജനുവരിന്റെ ഇങ്ങോട്ട് 1 to 31 വരെ ഡേറ്റ് ഇല്ല. പിന്നെ നോമ്പിന്റെ മുന്നൊക്കെ തന്നെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് ഈ ലാസ്റ്റ് കുറിച്ച് അതും പിന്നെ എല്ലാരും തീരുമാനിച്ചത് ഫെബ്രുവരി 8-ാം തീയതി. അത് പിന്നെ എന്തോ കാര്യം അത് പിന്നെ ഓഡിറ്റോറിയം കിട്ടിയില്ല. ഞങ്ങക്ക് ഓഡിറ്റോറിയം കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞങ്ങള് 9-ാം തീയതി ആക്കി. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. ഇതിപ്പോ ഞങ്ങളൊരു ഷോർട്ട് ആയിട്ടാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഇത് പറഞ്ഞാലോ ഒരു സിനിമ ഉണ്ടാക്കാം. അതെ. അപ്പൊ സ്നേഹിക്കണോലോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കുന്ന ആള് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓലെ കിട്ടും. നോക്കുന്ന നല്ലതാണെന്നില്ല. നിങ്ങൾ സ്നേഹിച്ചോ ഇജും പിരിയാൻ പാടില്ല ഓളും പിരിയാൻ പാടില്ല. ചതിക്കുന്ന പരിപാടി ചെയ്യരുത്. എന്തൊക്കെ ലോകം ഇടിഞ്ഞു വീഴാന്ന് പറഞ്ഞാലും രണ്ടാളും ഒരേ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഇരിക്കാം. അത് മാത്രം പോരാ കല്യാണം കഴിഞ്ഞിട്ട് നല്ലപോലെ ജീവിക്കണുണ്ടോ. രണ്ടാളും കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് കരുതും ഞങ്ങളൊരു പ്രശ്നമില്ല. ഞങ്ങള് പ്രശ്നമില്ലാത്തൊരു ദിവസം വരെ കിടന്നില്ല. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ ഞങ്ങള് ഡെയിലി പ്രശ്നമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ വല്ല പ്രശ്നമില്ല. ഞങ്ങള് ഹാപ്പിയാണ്. ഞങ്ങളെ ലൈഫില് ഞങ്ങൾ ആഗ്രഹിച്ച ലൈഫാണ് ഇപ്പൊ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും പോകെ പോകെ ഞങ്ങൾ അത് സെറ്റാക്കി എടുക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് പ്രേമിച്ചോളെ ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ പ്രേമിച്ച ആളെ ചതിക്കാൻ പാടില്ല. കാരണം കട്ടക്ക് നിൽക്കുക. പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടുക. കട്ടക്ക് നിന്ന് ഇപ്പൊ ഒരു പെൺകുട്ടി വിചാരിച്ചാൽ എന്തായാലും നടക്കും. ഇപ്പൊ ഞാൻ എന്റെ മകനെ നടക്കും. എന്റെ വാക്കിന് എന്റെ അമ്മ എന്നോട് പറയണേ ജ ഒഴിവാക്കി കാണാൻ ആ വാക്ക് കേട്ട് ഞാൻ അന്നും വേറെ ആളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കിട്ടൂല. ഈ പെൺകുട്ടികളെ പേരിൽ പറഞ്ഞൊരു ഡയലോഗാണ്. എനിക്ക് എന്റെ മയ്യത്ത് കാണേണ്ടിരും ഇമ്മിയും വാപ്പിയും പറയേണ്ട ഡയലോഗാണ്. ഇന്നേ വരെ ആരങ്ങനെ ചെയ്തതായിട്ട് അറിയില്ല. അപ്പൊ ആ ഡയലോഗിൽ ആ ഡയലോഗിലാണ് മിക്ക പെൺകുട്ടികളും അങ്ങനല്ലോ. ഞങ്ങള് പ്രേമിക്കേണ്ടവരോടാ പറഞ്ഞത്. ജെന്യൂനായിട്ട് പ്രേമിക്കേണ്ടവരോടാണ് ഞങ്ങൾ പറഞ്ഞത്. സിൻസിയർ ആയിട്ട് നിക്കുക, ചതിക്കാതെ ഇരിക്കുക. ഞങ്ങള് പ്രേമ വിവാഹത്തിനോട് സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കണേ. അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങള് സത്യം പറഞ്ഞ പ്രേമത്തിന് സപ്പോർട്ടല്ല. കാരണം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്യാനുണ്ടേനു. എല്ലാവർക്കും ബെറ്റർ അറേഞ്ച് ചെയ്യുന്ന എത്ര വട്ടം തോന്നിക്കണു. നമ്മളെ മനസ്സിൽ കണ്ട ഒരാളെ നമുക്ക് തന്നെ വൈഫൈ കിട്ടാന്നൊക്കെ പറയുമ്പോ അൽഹംദുലില്ലാഹ് എന്റെ നാട്ടുകാരുടെ അടുത്ത് നിങ്ങക്ക് സ്ലഡ് ഷെയിം വരെ കിട്ടിയേക്കണോ? സീരിയസ്ലി പറയാണ്. ഞാൻ അങ്ങനെ ഓന്റെ ഒപ്പം കറങ്ങി നടക്കാണ്. ഇതാണ് എന്റെ കുടുംബക്കാരെ, എന്റെ ഉമ്മാന്റെ ഫാമിലി, ഉപ്പാന്റെ ഫാമിലി ആയിക്കോട്ടെ, ഓളെ അടുത്ത് തന്നെ എനിക്ക് കൊറേ കെട്ടിക്കണു. ഓള് കണ്ട ചെക്കന്മാരൊപ്പം നടക്കാണ്. ഞാൻ 7 വർഷമായിട്ട് ഒരു ചെക്കൻ്റെ ഒപ്പം ഈ നിൽക്കുന്ന ആളൊപ്പം ഞാൻ നടന്നിട്ടുള്ളൂ.
അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് കേൾക്കേണ്ടതും കേൾക്കാത്തതും ആയ കുറെ കാര്യങ്ങൾ ചിലപ്പോ റിലേഷൻ കാരണം കേൾക്കേണ്ടി വരും. അതിനൊക്കെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ ഇതുപോലെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അപ്പൊ ഞങ്ങളെ ആഗ്രഹിച്ച ലൈഫ് കിട്ടി. ഇനി മരണ വരെ ഇങ്ങനെ പോണം എന്നുള്ള ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ഞങ്ങളെ ലവ് സ്റ്റോറി ഇതാണ്. ഇനി അടുത്ത വീഡിയോയില് കൊറേ ഷോർട്ട് ആക്കി പറഞ്ഞതാണ്. ഇനി നമ്മളൊരു വീഡിയോ ഇടുമ്പോ അപ്പൊ അടി വരിക ലവ് സ്റ്റോറി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചാണ് എന്തായാലും ഇപ്പൊ പറയാ. ഇനി നമ്മൾ അടുത്ത വീഡിയോ Q&A ആണ്. എന്നോട് അൻഷിനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ ഞങ്ങൾ മറുപടി തരും. ഇതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ. അപ്പൊ ഓക്കെ.